വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. ഇന്ന് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അടുത്ത ടോപ്പിക്കായ CPU സ്കെഡ്യൂളിംഗ് ആണ് പഠിക്കുന്നത്. ഓക്കെ, എന്താണ് CPU സ്കെഡ്യൂളിംഗ്? CPU scheduling is the mechanism by which the operating system selects a particular process from the ready queue to the CPU. So നമുക്കറിയാം റെഡി ക്യൂവിൽ കുറേ പ്രോസസ്സുകൾ അറ്റ് ദ സെയിം ടൈം CPU വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ ഏത് പ്രോസസ്സിനെയാണ് CPU അറ്റ് ദാറ്റ് ടൈം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ CPU സ്കെഡ്യൂളിംഗ് മെക്കാനിസമാണ്. അപ്പോൾ ഈ മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു റെഡി ക്യൂവിൽ നിന്നൊരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ നമ്മൾ CPUയിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് ആക്ച്വലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കെഡ്യൂളർ ഉണ്ട്. ആ സ്കെഡ്യൂളറിൻ്റെ പേര് ഷോർട്ട് ടേം സ്കെഡ്യൂളർ അല്ലെങ്കിൽ CPU സ്കെഡ്യൂളർ എന്നാണ്. ഇനി എങ്ങനെയാണ് ഓരോ സ്കെഡ്യൂളേഴ്സും വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കമ്മിങ് സ്ലൈഡ്സിൽ പറയും. അപ്പോൾ ബേസിക്കലി CPU സ്കെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ റെഡി ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ നമ്മൾ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ CPUയിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന മെക്കാനിസമാണ് പറയുന്നത്. അതിൽ സ്കെഡ്യൂളിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ക്യൂസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ജോബ് ക്യൂ. അപ്പോൾ ഈ നമ്മുടെ പ്രോസസ്സുകളെയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറേ ടൈപ്പ് ഓഫ് ക്യൂസ് ആണ് ജോബ് ക്യൂ, റെഡി ക്യൂ ആൻഡ് ഡിവൈസ് ക്യൂ. ദാറ്റ് ഈസ് ജോബ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ദ ജോബ്സ് ഇൻ എൻറ്റയർ ജോബ്സ് ഇൻ ദ സിസ്റ്റം. അവരെല്ലാവരെയും അതായത് മെയിൻ മെമ്മറിയിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ പ്രോസസ്സുകളെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്യൂ ആണ് ജോബ് ക്യൂ. നെക്സ്റ്റ് ഈസ് റെഡി ക്യൂ. റെഡി ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെഡി സ്റ്റേറ്റ്, അതായത് നമ്മുടെ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന പ്രോസസ്സുകളെന്നാണ് നമ്മൾ റെഡി ക്യൂവിൽ വെക്കുന്നത്. അപ്പോൾ റെഡി ക്യൂ എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ഫോർ CPU. ദ പ്രോസസ്സസ് ആർ വെയിറ്റിംഗ് ഫോർ ദ CPU ഫോർ ദെയർ എക്സിക്യൂഷൻ. ഓക്കെ, ദ തേർഡ് വൺ ഈസ് ഡിവൈസ് ക്യൂ. ഡിവൈസ് ക്യൂ എന്ന് പറയുമ്പോൾ പ്രോസസ്സസ് ഒരു പെർട്ടിക്കുലർ IO ഓപ്പറേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ IO ഡിവൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഡിവൈസ് ക്യൂവിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ക്യൂസ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്കെഡ്യൂളർ. സ്കെഡ്യൂളർ എന്ന് പറഞ്ഞാൽ ഇസ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പണൻ്റ് ആണ് വിച്ച് ക്യാൻ സെലക്ട് ദ പ്രോസസ്സസ് ഫ്രം ദ ക്യൂസ് ടു എ പെർട്ടിക്കുലർ പൊസിഷൻ. അവർക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് സ്കെഡ്യൂൾ ചെയ്ത് വിടുക. അതാണ് സ്കെഡ്യൂളറിൻ്റെ ജോലി. ഓരോ പ്രോസസ്സുകളെയും അവർക്ക് വേണ്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് പർപ്പസസിനനുസരിച്ച് എന്ത് ചെയ്യുക, പ്രോസസ്സിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതാണ് സ്കെഡ്യൂളറിൻ്റെ ജോലി. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെഡ്യൂളേഴ്സ് ഉണ്ട്. അതിലൊന്ന് ലോങ് ടേം സ്കെഡ്യൂളർ, പിന്നെ ഒന്ന് ഷോർട്ട് ടേം സ്കെഡ്യൂളർ, പിന്നെ മീഡിയം ടേം സ്കെഡ്യൂളർ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഓരോന്നും പഠിക്കാം. അപ്പോൾ അത് പറയുന്നത് നമുക്ക് ഈ ഫിഗർ വെച്ചിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ലോങ് ടേം സ്കെഡ്യൂളർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ റെഡി ക്യൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റെഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ CPUവിനെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സുകൾ ഇരിക്കുന്ന സ്റ്റേറ്റ് ആണ് റെഡി സ്റ്റേറ്റ്. അവിടെയാണ് നമ്മുടെ റെഡി ക്യൂ ഉള്ളത്. ഈ റെഡി ക്യൂവിൽ കുറേ പ്രോസസ്സുകൾ കാണും. P1, P2, P3 ഇങ്ങനെ CPUവിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ഈ റെഡി ക്യൂവിലേക്ക് പ്രോസസ്സുകളെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ആളാണ് ലോങ് ടേം സ്കെഡ്യൂളർ. ലോങ് ടേം സ്കെഡ്യൂളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ജോബ് പൂള് കാണും. ഈ ജോബ് പൂളിൽ നിന്ന് ജോബ്സിനെ സെലക്ട് ചെയ്ത് റെഡി ക്യൂവിലേക്ക് കൊടുക്കുന്ന ജോലിയാണ് ആരുടേത്? ലോങ് ടേം സ്കെഡ്യൂളറിൻ്റെ ജോലി. അപ്പോൾ ലോങ് ടേം സ്കെഡ്യൂളർ ജോബ് പൂളിൽ നിന്ന് ഓരോ ജോബുകളെ ചൂസ് ചെയ്യുക. ഇവിടുന്ന് ഒരാളെ പിക്ക് ചെയ്ത് റെഡി ക്യൂവിലേക്ക് വെച്ച് കൊടുക്കുക. റെഡി ക്യൂവിൽ അവർ CPUവിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് വെക്കുക. ഈ റെഡി, റണ്ണിങ്, വെയിറ്റിംഗ് എന്ന് പറയുന്നത് ഈ 3 എണ്ണവും നമ്മുടെ മെയിൻ മെമ്മറിയുടെ പാർട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഈ മെയിൻ മെമ്മറിയിലേക്ക്, അതായത് ഈ പോർഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറി ഏരിയ ആണ്. ജോബ് പൂൾ എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. അവിടെ നിന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ള പ്രോസസ്സുകളെ പിക്ക് ചെയ്ത് റെഡി ക്യൂവിലേക്ക് വെച്ചു കൊടുക്കും. അതാണ് ലോങ് ടേം സ്കെഡ്യൂളറിൻ്റെ ജോബ്. ഇയാളെ നമ്മൾ ജോബ് സ്കെഡ്യൂളർ എന്നും പറയും. ഓക്കെ, ലോങ് ടേം സ്കെഡ്യൂളറിൻ്റെ വേറൊരു പേരാണ് ജോബ് സ്കെഡ്യൂളർ. അപ്പോൾ ജോബ് പൂളിൽ നിന്ന് ലോങ് ടേം സ്കെഡ്യൂളർ എന്ത് ചെയ്യും? മെയിൻ മെമ്മറിയിലേക്ക് ഒരു ജോബിനെ എടുത്തു കൊടുക്കും. ആ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ റെഡി ക്യൂവിലേക്ക് പോകുന്ന ക്യൂ ആയിരിക്കും.
പോകുന്ന പ്രോസസ്സുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ജോബ് പൂളിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ജോബിനെ ചൂസ് ചെയ്യുക, അതിനെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുക. അത് നേരെ വരുന്നത് എവിടേക്കായിരിക്കും? ഈ റെഡി ക്യൂവിലേക്കായിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യുന്ന ആളാണ് ആര്? ലോങ് ടേം സ്കെഡ്യൂളർ. ഓക്കെ, നൗ ഷോർട്ട് ടേം സ്കെഡ്യൂളർ. ഷോർട്ട് ടേം സ്കെഡ്യൂളർ ജോലി ചെയ്യുന്നത് ഇവിടെയാണ്. അതായത് റെഡി സ്റ്റേറ്റിലിരിക്കുന്ന പ്രോസസ്സുകളെ, റെഡി ക്യൂവിലിരിക്കുന്ന പ്രോസസ്സുകളിൽ നിന്ന് ഓരോ പർട്ടിക്കുലർ പ്രോസസ്സിനെ CPU-ലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, CPU സ്കെഡ്യൂളർ അല്ലെങ്കിൽ ഷോർട്ട് ടേം സ്കെഡ്യൂളർ. അവരെന്താണ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മുടെ റെഡി ക്യൂവിൽ വെയിറ്റ് ചെയ്യുക, CPU-ന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഓരോ പ്രോസസ്സുകളെ കറസ്പോണ്ടിങ് അവർക്ക് പറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ അവൈലബിൾ ടൈം ആകുമ്പോൾ അവരെ എന്ത് ചെയ്യുക? റണ്ണിങ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യുക അല്ലെങ്കിൽ CPU-ലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് പുതിയൊരു പ്രോസസ്സിനെ റണ്ണിങ് സ്റ്റേറ്റിലേക്ക് വേണമെന്ന് പറയുമ്പോൾ ഡിസ്പാച്ചറാണ് എന്ത് ചെയ്യുന്നത്? റെഡി ക്യൂവിൽ നിന്ന് ഈ റണ്ണിങ് സ്റ്റേറ്റിലേക്ക് പ്രോസസ്സിനെ എടുത്ത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജോബ് ചെയ്യുന്ന ആളാണ് ആര്? ഷോർട്ട് ടേം സ്കെഡ്യൂളർ അല്ലെങ്കിൽ CPU സ്കെഡ്യൂളർ എന്ന് പറയും. നെക്സ്റ്റ് എംഎസ് മീഡിയം ടേം സ്കെഡ്യൂളർ. മീഡിയം ടേം സ്കെഡ്യൂളറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മീഡിയം ടേം സ്കെഡ്യൂളർ ഇസ് അസോസിയേറ്റഡ് മെയിൻലി വിത്ത് സ്വാപ്പിംഗ്. അതായത് നമ്മൾ ഇവിടെ ഫിഗറിനകത്ത് നോക്കിയാൽ മതി, ഇവിടെ ഈ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് സസ്പെൻഡ് വെയിറ്റിലേക്ക് പോവും, അതേപോലെ റെഡി സ്റ്റേറ്റിൽ നിന്ന് സസ്പെൻഡ് റെഡിയിലേക്ക് പോകും എന്ന് നമ്മൾ പറഞ്ഞു. ഇതെപ്പോഴാണ് പോകുന്നത്? നമ്മുടെ മെയിൻ മെമ്മറി വേസ്റ്റേജ് വരാതിരിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത പ്രോസസ്സുകളെ അല്ലെങ്കിൽ കറൻ്റ്ലി യൂസ് ചെയ്യാത്ത പ്രോസസ്സുകളെ നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ട് സ്വാപ്പ് ഔട്ട് ചെയ്ത് ഡിസ്കിലേക്ക് വെക്കും. അതാണ് ഈ രണ്ട് പ്രോസസ്സ്. അതേ സ്വാപ്പ് ഔട്ട് ആ പ്രോസസ്സാണ് ആര് ചെയ്യുന്നത്? മീഡിയം ടേം സ്കെഡ്യൂളർ ചെയ്യുന്നത്. അതായത് കറൻ്റ്ലി മെയിൻ മെമ്മറിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു പ്രോസസ്സ് അയാളുടെ ഓപ്പറേഷൻ ഉടനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യണ്ട, അല്ലെങ്കിൽ വേറെ 1-2 പ്രോസസ്സുകൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരായിരിക്കും CPU-ലേക്ക് പോകുന്നത്. അപ്പോൾ അവർ തിരിച്ചു വരുന്നത് വരെ ഇവർ മെയിൻ മെമ്മറിയിൽ ഇരുന്നാൽ അത്രയും പെർഫോമൻസ് കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെ സ്വാപ്പ് ഔട്ട് ചെയ്ത് അടുത്ത സ്റ്റേറ്റിലേക്ക്, സസ്പെൻഡ് വെയിറ്റ് സ്റ്റേറ്റിലേക്ക് വെക്കും. ആക്ച്വലി സ്വാപ്പ് ഔട്ട് ചെയ്ത് ഡിസ്കിലേക്ക് വെക്കും. എന്നിട്ട് എപ്പോഴാണോ ആവശ്യം വരുന്നത് തിരിച്ച് സ്വാപ്പ് ഇൻ ചെയ്യും. ഇതാണ് ആരുടെ ജോലി? മീഡിയം ടേം സ്കെഡ്യൂളറിൻ്റെ ജോലി. ഓക്കെ, അപ്പോൾ അതാണ് മീഡിയം ടേം സ്കെഡ്യൂളർ ചെയ്യുന്നത്. ഇവരെ സ്വാപ്പിംഗ് എന്നും പറയും കേട്ടോ. സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഫങ്ഷനാലിറ്റിയാണ് മീഡിയം ടേം സ്കെഡ്യൂളർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് സ്കെഡ്യൂളേഴ്സ് നമ്മൾ പറഞ്ഞു. ലോങ് ടേം സ്കെഡ്യൂളർ അല്ലെങ്കിൽ ജോബ് സ്കെഡ്യൂളർ, ഷോർട്ട് ടേം സ്കെഡ്യൂളർ അല്ലെങ്കിൽ CPU സ്കെഡ്യൂളർ, ഇതിൻ്റെ പേര് CPU സ്കെഡ്യൂളർ എന്നാണ്. മീഡിയം ടേം സ്കെഡ്യൂളർ അല്ലെങ്കിൽ സ്വാപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഓരോന്നും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ജോബ് സ്കെഡ്യൂളറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇവരെന്താ ചെയ്യുന്നത്? ജോബ് പൂളിൽ നിന്ന് ഓരോ ജോബുകളെ അല്ലെങ്കിൽ ഓരോ പ്രോസസ്സുകളെ നമ്മുടെ റെഡി ക്യൂയിലേക്ക് അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും 2 ടൈപ്പ് പ്രോസസ്സസ് ഉണ്ട്. CPU ബൗണ്ട് പ്രോസസ്സസും ഉണ്ട്, IO ബൗണ്ട് പ്രോസസ്സസും ഉണ്ട്. പ്രോസസ്സസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, CPU ബൗണ്ടും IO ബൗണ്ടും. ഈ CPU ബൗണ്ട് പ്രോസസ്സസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ സമയവും CPU ഓപ്പറേഷൻ, CPU-ലായിരിക്കും അവർ വർക്ക് ചെയ്യുക. അതായത് CPU ഓപ്പറേഷൻസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം അവർ CPU യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള പ്രോസസ്സസ് ആണ് CPU ബൗണ്ട് പ്രോസസ്സ്. അവരുടെ CPU ടൈം വളരെ കൂടുതലായിരിക്കും. ഇനി IO ബൗണ്ട് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അവർ മോസ്റ്റ് ഓഫ് ദ ടൈം IO ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇരിക്കുന്നത്. അതായത് CPU ടൈം അവർക്ക് കുറച്ച് മതി, കൂടുതൽ സമയം അവർക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സുകളാണ് IO ബൗണ്ട്, അല്ലെങ്കിൽ അവർക്ക് IO ടൈം ആയിരിക്കും കൂടുതൽ, കുറഞ്ഞ CPU ടൈം ആയിരിക്കും ഉള്ളത്. അപ്പോൾ CPU ബൗണ്ട് പ്രോസസ്സസും ഉണ്ട്, IO ബൗണ്ട് പ്രോസസ്സസും ഉണ്ട്. അപ്പോൾ ഈ ജോബ് സ്കെഡ്യൂളർ ഡിസൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ലോങ് ടേം സ്കെഡ്യൂളർ ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഇതിലേത് പ്രോസസ്സിനെയാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം IO ബൗണ്ട് പ്രോസസ്സുകളെയാണ് ജോബ് സ്കെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം കൂടുതൽ സമയം, അതായത് IO ബൗണ്ട് ഓപ്പറേഷൻ അല്ലേ, അവർക്ക് കൂടുതൽ സമയം റൺ ചെയ്യാനുള്ള കാര്യമില്ല. അവരെന്ത് ചെയ്യും?
കൂടുതൽ സമയം വെയിറ്റിംഗ് സ്റ്റേറ്റിലായിരിക്കും. കാരണം അവർക്ക് IO ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യാനുള്ള കൂടുതലും. അപ്പോൾ അവരെന്ത് ചെയ്യും, റൺ ചെയ്യുന്നത് നിർത്തിയിട്ട് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ വന്നിരുന്ന് IO ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. സോ അത്രയും സമയം നമ്മുടെ CPU അവിടെ CPU യൂട്ടിലൈസേഷൻ ഭയങ്കര കുറവായിരിക്കും അല്ലേ, CPU പെർഫോമൻസ് നന്നായി കുറയും. അപ്പോൾ IO ബൗണ്ട് ഓപ്പറേഷൻസ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റില്ല, നമുക്ക് CPU യൂട്ടിലൈസേഷൻ ഇഫക്റ്റീവായിട്ട് നടത്താൻ പറ്റില്ല. അതേപോലെ തന്നെ CPU ബൗണ്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ ജോബ് സ്കെഡ്യൂളർ അല്ലെങ്കിൽ നമ്മുടെ ലോങ് ടേം സ്കെഡ്യൂളർ CPU ബൗണ്ട് ഓപ്പറേഷൻസ് ആണ്, അല്ലെങ്കിൽ പ്രോസസ്സുകളെയാണ് കൂടുതലും റെഡി ക്യൂയിലേക്ക് ഇട്ടതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിലേക്ക് കൂടുതലും വരുന്നത് CPU ടൈം കൂടുതൽ വേണ്ടുന്ന പ്രോസസ്സുകളായിരിക്കും. അപ്പോൾ അങ്ങനെ CPU ടൈം കൂടുതൽ വേണ്ടുന്ന പ്രോസസ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സപ്പോസ് ദാറ്റ് പ്രോസസ് നീഡ് സം IO ഓപ്പറേഷൻ ടു കംപ്ലീറ്റ് ഇറ്റ്സ് എക്സിക്യൂഷൻ. അപ്പോൾ അയാൾ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് നേരെ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് എത്തും. അപ്പോൾ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീണ്ടും റണ്ണിങ് സ്റ്റേറ്റിലേക്ക് പോയാലേ അയാൾക്ക് അയാളുടെ CPU ബേസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഈ ലോങ് ടേം സ്കെഡ്യൂളർ ഇപ്പോൾ നമ്മുടെ ക്യൂവിലേക്ക് കൊടുത്തേക്കുന്നത് എന്താണ്, മോസ്റ്റ് ഓഫ് ദ പ്രോസസ്സസും CPU ബൗണ്ട് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ എല്ലാവരും CPU യൂട്ടിലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഫ്രീ ആയിട്ട് CPUവിനെ ഫ്രീ ആയിട്ട് കിട്ടത്തേ ഇല്ല. അപ്പോൾ ഈ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആൾക്ക് തിരിച്ച് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ദാറ്റ് മീൻസ് ഈ പ്രോസസ്സ് സ്റ്റാർവേഷനിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിൽക്കുന്നതിനാണ് സ്റ്റാർവേഷൻ എന്ന് പറയുക. അപ്പോൾ അവർക്ക് അവരുടെ പ്രോസസ്സ് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റാതെ, CPUവിനെ ആക്സസ് ചെയ്യാൻ പറ്റാതെ കണ്ടിന്യൂസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, സ്റ്റാർവേഷനിലേക്ക് പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് CPU ബൗണ്ട് ഓപ്പറേഷൻ മാത്രം കൊടുക്കാനും പറ്റില്ല, IO ബൗണ്ട് ഓപ്പറേഷൻസ് മാത്രം കൊടുക്കാനും പറ്റില്ല. സോ ദ ലോങ് ടേം സ്കെഡ്യൂളർ ഷുഡ് ഡിസൈഡ് വിച്ച് കൈൻഡ് ഓഫ് അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് പ്രോസസ്സസ് ആണ് എൻ്റർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു മിക്സ് ഓഫ് പ്രോസസ്സസ് പ്രൊവൈഡ് ചെയ്യും. ശരിക്കും ലോങ് ടേം സ്കെഡ്യൂളർ അങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ച് CPU ബൗണ്ടും കുറച്ച് IO ബൗണ്ട് പ്രോസസ്സസും കൊടുക്കും. അപ്പോൾ ഒരു ബാലൻസ്ഡ് നമുക്ക് പോകാൻ പറ്റും. CPU യൂട്ടിലൈസേഷൻ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ബാലൻസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് ടൈപ്പ് പ്രോസസ്സസ്, CPU ബൗണ്ടും IO ബൗണ്ടും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഷോർട്ട് ടേം സ്കെഡ്യൂളർ, മീഡിയം ടേം സ്കെഡ്യൂളർ ആൻഡ് ലോങ് ടേം സ്കെഡ്യൂളറിൻ്റെ ഫ്രീക്വൻസി എത്രത്തോളം ഇവർ കോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ സ്കെഡ്യൂളിങ് ചെയ്യുന്നുണ്ട് ഒരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷനിൽ. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഷോർട്ട് ടേം സ്കെഡ്യൂളറാണ് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നത്. കാരണം എന്താ, ഷോർട്ട് ടേം സ്കെഡ്യൂളർ, പിന്നെ മീഡിയം ടേം സ്കെഡ്യൂളർ, പിന്നെ ലോങ് ടേം സ്കെഡ്യൂളർ. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം സ്കെഡ്യൂളർ ആണ് ഫ്രീക്വൻ്റ്ലി കോൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്, നമ്മുടെ റെഡി സ്റ്റേറ്റിൽ നിന്ന് CPUവിലേക്ക് പ്രോസസ്സുകളെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഷോർട്ട് ടേം സ്കെഡ്യൂളറാണ്. അപ്പോൾ അത് ഫ്രീക്വൻ്റ്ലി അവർ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും, ഷോർട്ട് ടേം സ്കെഡ്യൂളിങ് കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ പുതിയ പുതിയ പ്രോസസ്സുകൾ, വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സുകൾ, ഒരാൾ IO ഓപ്പറേഷന് പോകുമ്പോൾ അടുത്ത ആൾ ഡിസ്പാച്ച് ചെയ്യണം, അയാൾ IO ഓപ്പറേഷന് പോകുമ്പോൾ അടുത്ത ആൾ ഡിസ്പാച്ച് ചെയ്യണം, ഇയാളുടെ വെയിറ്റിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് റെഡി വരുമ്പോൾ അയാളെ വീണ്ടും റണ്ണിങ്ങിലേക്ക് കൊടുക്കണം. അപ്പോൾ കണ്ടിന്യൂസ്ലി ഷോർട്ട് ടേം സ്കെഡ്യൂളറിനെ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ അതാണ് ഏറ്റവും ഫ്രീക്വൻ്റ്ലി കോൾ ചെയ്യുന്നത്. പിന്നെ ഇതിന് ഷോർട്ട് ടേം എന്ന പേര് വരാൻ കാരണം അത് എന്ന് വെച്ചാൽ നമ്മുടെ റെഡി സ്റ്റേറ്റിൽ നിന്ന് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണ്, നമുക്ക് പെട്ടെന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടാണ് അതിന് ഷോർട്ട് ടേം എന്ന പേര് വന്നത്. ദെൻ മീഡിയം ടേം സ്കെഡ്യൂളർ. മീഡിയം ടേം സ്കെഡ്യൂളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെയിറ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന പ്രോസസ്സുകൾ, ഇത് മെയിൻ മെമ്മറിയിൽ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രോസസ്സുകൾ വരുമ്പോൾ നമുക്ക് അതിനെ സ്വാപ്പ് ഔട്ട് ചെയ്ത് ഡിസ്കിലേക്ക് വെക്കും, സസ്പെൻഡ് വെയിറ്റിലേക്ക് കൊടുക്കും. അപ്പോൾ ഈ സ്വാപ്പ് ഔട്ട് ചെയ്തിട്ട് എപ്പോഴും ഇതിവിടെ ഇരിക്കുമോ? ഇല്ല. ഇയാളുടെ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ സസ്പെൻഡ് വെയിറ്റ് ഇവിടുത്തെ ഈ IO ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇയാളെ തിരിച്ച് കൊടുക്കണം അല്ലേ, തിരിച്ച് മെമ്മറിയിലേക്ക് പിന്നെയും കൊടുക്കണം. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പീരീഡ് ഓഫ് ടൈമിലൊന്നും നടക്കില്ല. അയാളുടെ IO ഓപ്പറേഷൻ കഴിയുമ്പോൾ അയാൾക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഒരു മീഡിയം ടൈം ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ആ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നടക്കുന്ന ഒരു ഓപ്പറേഷനാണത്. അതുകൊണ്ടാണ് അത് മീഡിയം ടേം സ്കെഡ്യൂളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇവർ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുന്നില്ല. അവരെ IO ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവർ റിട്ടേൺ ബാക്ക് ടു ദ റെഡി ക്യൂ ആൻഡ് ദെൻ ടു ദ റണ്ണിങ് സ്റ്റേറ്റ്. അപ്പോൾ ആ മീഡിയം ടേം സ്കെഡ്യൂളർ എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ, വെയിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ
ഇങ്ങനെ ഈ ഓപ്പറേഷൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിനെ മീഡിയം ടേം എന്ന് പറയുന്നത്. പിന്നെ ഇത് ഷോർട്ട് ടേം സ്കെഡ്യൂളിൻ്റെ അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് കോൾ ചെയ്യുന്നില്ല. IO ഓപ്പറേഷൻ കഴിയുമ്പം തിരിച്ചിടണം, IO ഓപ്പറേഷൻ വരാതിരിക്കുമ്പോൾ സ്വാപ്പ് ഔട്ട് ചെയ്യണം, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കോൾ ചെയ്താൽ മതി. അതുകൊണ്ട് അതായത് ഷോർട്ട് ടേമിനേക്കാളും ലെസ് ഫ്രീക്വൻ്റ് ആയിട്ടായിരിക്കും മീഡിയം ടേം സ്കെഡ്യൂളർ യൂസ് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്. ദെൻ ലോങ് ടേം സ്കെഡ്യൂളർ. ലോങ് ടേം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് ലോങ് ടേം സ്കെഡ്യൂളർ ചെയ്യുന്നത്. നമ്മുടെ ന്യൂ സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജോബ് പൂളിൽ നിന്ന് നമ്മുടെ ജോബുകളെല്ലാം എടുത്ത് എങ്ങോട്ട് കൊടുക്കുകയാണ്, റെഡി ക്യൂയിലേക്ക് അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഒരു മെയിൻ മെമ്മറി അല്ലെങ്കിൽ റെഡി ക്യൂയിലേക്ക് എത്ര നമ്പർ ഓഫ് പ്രോസസ്സസ് വരും, ഒരുപാടെണ്ണം വരും അല്ലേ. അപ്പോൾ ഈ ഒരുപാട് പ്രോസസ്സുകളെ നമുക്ക് എന്ത് ചെയ്യണം, റെഡി ക്യൂയിലേക്ക് എടുത്ത് വയ്ക്കണം. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ചെയ്യുന്ന പ്രോസസ്സാണ്. അതുകൊണ്ടാണ് അതിനെ ലോങ് ടേം സ്കെഡ്യൂളർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇത് ഏറ്റവും എന്ന് വെച്ചാൽ ഇത് എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ആദ്യമേ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ തന്നെ ഇന്ന പ്രോസസ്സുകൾ ആദ്യമേ വേണം, അല്ലെങ്കിൽ റെഡി ക്യൂവിൽ ഇത്ര പ്രോസസ്സുകൾ CPU വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ആദ്യമേ നമ്മൾ അസൈൻ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രമാണ് ലോങ് ടേം സ്കെഡ്യൂളർ നമ്മൾ കോൾ ചെയ്യുക. ഷോർട്ട് ടേമിൻ്റെ കൂട്ട് ഫ്രീക്വൻ്റ്ലി കോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ലെസ് ഫ്രീക്വൻ്റ്ലി ആണ് ലോങ് ടേം സ്കെഡ്യൂളർ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്കെഡ്യൂളർ. 3 ടൈപ്പ് ഓഫ് സ്കെഡ്യൂളിംഗ്: ലോങ് ടേം ആൻഡ് മീഡിയം ടേം ആൻഡ് ഷോർട്ട് ടേം സ്കെഡ്യൂളർ. ക്ലിയർ അല്ലേ? ഇനി എന്താണ് സ്കെഡ്യൂളർ, എന്താണ് ഡിസ്പാച്ചർ? ഓക്കെ, അപ്പോൾ സ്കെഡ്യൂളർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു, സ്കെഡ്യൂളർ എന്ത് ചെയ്യുന്നത്, സെലക്ട് പെർട്ടിക്കുലർ പ്രോസസ് ഫ്രം വൺ പൊസിഷൻ ടു അനദർ അല്ലേ. അതാണ് സ്കെഡ്യൂളർ ചെയ്യുന്നത്. ഒരു ക്യൂവിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്പാച്ചർ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, റണ്ണിങ് സ്റ്റേറ്റിലേക്ക് റെഡി സ്റ്റേറ്റിൽ നിന്ന് പ്രോസസ്സുകളെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് ഡിസ്പാച്ചറാണ്. അപ്പോൾ ഈ ഡിസ്പാച്ചർ എന്ത് ചെയ്യും, CPU-ൽ ഈ സെലക്റ്റഡ് പ്രോസസ്സിലേക്ക് ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഗീവ്സ് കൺട്രോൾ ഓഫ് CPU ടു ദ സെലക്റ്റഡ് പ്രോസസ് എന്നാണ് പറയുക. അതായത് CPU-ന് ആരെയാണ് ഇപ്പം എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു കൺട്രോൾ കൊടുക്കുന്നത് ആരാണ്, ഈ ഡിസ്പാച്ചറാണ്. അപ്പോൾ ഡിസ്പാച്ചർ എന്തൊക്കെ ടാസ്കുകളാണ് പെർഫോം ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രോസസ്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് വേറൊരു പ്രോസസ്സിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നു, അതാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. കറൻ്റ്ലി ഒരു പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് മാറി അടുത്ത പ്രോസസ്സിന് റൺ ചെയ്യാൻ വേണ്ടി CPU വിട്ടുകൊടുക്കും, അതാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. ദെൻ സ്വിച്ചിങ് ടു യൂസർ മോഡ്. അതായത് ഇപ്പോൾ കറൻ്റ്ലി കേർണൽ മോഡിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് ആണെങ്കിൽ അതിനെ യൂസർ മോഡിലേക്ക് സ്വിച്ച് ചെയ്യും, എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെ കറക്റ്റ് ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യും. അതായത് ഏത് സെലക്റ്റഡ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഇപ്പോൾ കറൻ്റ്ലി സെലക്ട് ചെയ്തേക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞാൽ ഇനി അടുത്തത് ഏതിലേക്കാണ് ജമ്പ് ചെയ്യേണ്ടത്, ആ കറക്റ്റ് ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യാനും എല്ലാം ഡിസ്പാച്ചറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസ്പാച്ചറിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷനാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അപ്പം കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് വെയർ ദ CPU സ്റ്റോപ്സ് റണ്ണിങ് ഓഫ് ദ കറണ്ട് പ്രോസസ്. കറണ്ട് പ്രോസസ്സിൻ്റെ റണ്ണിങ്ങിനെ CPU സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, അതായത് ഇപ്പോൾ P1 P2 2 പ്രോസസ്സസ് ഉണ്ടെന്ന് വെച്ചോ. P1 ഈസ് റണ്ണിങ്, നെക്സ്റ്റ് P2ന് റൺ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, P1ൻ്റെ റണ്ണിങ് സ്റ്റോപ്പ് ചെയ്യണം, P1നെ അവിടെ നിർത്തി വെച്ചിട്ട് P2ന് കൊടുക്കണം CPU. അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, P1 റൺ ചെയ്യും. P1 റൺ ചെയ്യുന്നു, എപ്പോഴാണോ P2 വരുന്നത് അപ്പോൾ P1ൻ്റെ റണ്ണിങ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് P1ൻ്റെ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദി പ്രോസസ് സേവ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് P2ൻ്റെ സേവ്ഡ് സ്റ്റേറ്റ് റെസ്യൂം ചെയ്യാൻ പറയും. അതായത് P1 ആണ് റൺ ചെയ്യുന്നത്, P2 ഷുഡ് റൺ നെക്സ്റ്റ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മസ്റ്റ് സേവ് P1's CPU സ്റ്റേറ്റ്, P1ൻ്റെ കറണ്ട് സ്റ്റേറ്റ് സേവ് ചെയ്ത് വയ്ക്കും, എന്നിട്ട് അത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് P2ൻ്റെ സേവ്ഡ് സ്റ്റേറ്റിലേക്ക് അതിന് ലോഡ് ചെയ്ത് കൊടുക്കും. അതായത് P2ൻ്റെ സേവ്ഡ് സ്റ്റേറ്റ്, പ്രീവിയസ്ലി സേവ്ഡ് സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റ് ലോഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് P2 കണ്ടിന്യൂ. പിന്നെ P2 തീരുമ്പം P2ൻ്റെ കറണ്ട് സ്റ്റേറ്റ് സേവ് ചെയ്ത് വെച്ചിട്ട് P1നെ ലോഡ് ചെയ്യും. അങ്ങനെ. ഓക്കെ, ദാറ്റ് ഈസ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിന് ഒരു പേര് കൂടെ പറയും, പ്രീഎംഷൻ. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സ് P1 CPU യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ P2 വരുന്നു, P2ന് CPUവിനെ വേണം. P2ന് P1നെക്കാളും പ്രയോറിറ്റി കൂടുതലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ ജോബ് ആണെങ്കിൽ P1 P2ന് വേണ്ടി CPU ലീവ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കണം. ആക്ച്വലി P1
CPU-നെ വിട്ടുകൊടുക്കുമോ? ജനറൽ കേസിൽ വിട്ടുകൊടുക്കില്ല. കാരണം എന്താ? P1 അതിൻ്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ CPU ബേസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാതെ P1 CPU-നെ വിട്ടുകൊടുക്കില്ല. ഇനി P1 CPU-നെ വിട്ടുകൊടുക്കുന്ന കണ്ടീഷനാണ് നമ്മളിപ്പോൾ പറയുന്നത് പ്രിയംഷൻ എന്ന് പറഞ്ഞത്. അതായത് പുതിയൊരു പ്രോസസ്സ് വരെയാണ്, ആ പ്രോസസ്സിന് P1-നേക്കാളും പ്രയോറിറ്റി കൂടുതലുണ്ട്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ P1 എന്ത് ചെയ്യണം? P1-നെ നമ്മൾ ഫോഴ്സ്ഫുള്ളി CPU-ൽ നിന്ന് റിമൂവ് ചെയ്യും, എന്നിട്ട് P2-നെ അകത്ത് കയറ്റും. അപ്പോൾ P1 വോളണ്ടറിലി പോയതല്ല, P1 അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്താണ് വോളണ്ടറിലി പോവുക. ഇനി അതല്ല, P1-ന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ P2 വന്നു. അപ്പോൾ P1-ന് മാറിക്കൊടുക്കേണ്ടി വന്നു, P2 അകത്ത് കയറി. P1-ന് ഇനിയും അയാളുടെ CPU ബേസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുമുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് പ്രിയംഷൻ എന്ന് പറയുന്നത്. അതായത് കറൻ്റ്ലി ഒരു പ്രോസസ്സ് CPU-നുള്ളിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രോസസ്സ് വരുമ്പോൾ ആ കറൻ്റ്ലി റൺ ചെയ്യുന്ന പ്രോസസ്സ് CPU-ൽ നിന്ന് മാറിയിട്ട് പുതിയ പ്രോസസ്സിന് CPU വിട്ടുകൊടുക്കും. അങ്ങനെ വിട്ടുകൊടുക്കുന്നതിനെയാണ് പറയുന്നത് പ്രിയംഷൻ. ഓക്കെ, ഇനി പ്രിയംറ്റീവ് സ്കെഡ്യൂളിംഗ് ഉണ്ട്. അതായത് ഈ പ്രിയംഷൻ ചെയ്തുകൊണ്ട് സ്കെഡ്യൂളിംഗ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ റണ്ണിങ് പ്രോസസ്സിനെ ഇൻ്ററപ്റ്റ് ചെയ്തിട്ട് പുതിയ പ്രോസസ്സിന് CPU-നെ വിട്ടുകൊടുക്കും. അങ്ങനെയുള്ള സ്കെഡ്യൂളിംഗ് ടെക്നിക്സ് ഉണ്ട്. അതാണ് പ്രിയംറ്റീവ് സ്കെഡ്യൂളിംഗ്. അപ്പോൾ 2 ടൈപ്പ് സ്കെഡ്യൂളിംഗ് ആണുള്ളത്. നമ്മുടെ CPU സ്കെഡ്യൂളിംഗ് തന്നെ മെയിനായിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രിയംറ്റീവും പിന്നൊന്ന് നോൺ പ്രിയംറ്റീവും. ഓക്കെ, അപ്പോൾ പ്രിയംറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എന്താണ് അത്? ഒരു പ്രോസസ്സ് CPU-നുള്ളിൽ കയറി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിനേക്കാളും പ്രയോറിറ്റി കൂടിയ ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈറ്റീരിയ കൊണ്ട് ഇപ്പോൾ വന്ന പ്രോസസ്സിന് ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു കേസ് വന്നാൽ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് അതിൻ്റെ റണ്ണിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് CPU-ന്ന് പുറത്തിറങ്ങും, വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. എന്നിട്ട് ഇപ്പോൾ വന്ന പ്രോസസ്സ് CPU-നെ യൂട്ടിലൈസ് ചെയ്യും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് പ്രിയംഷൻ. ഇനി നോൺ പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എന്താണ് നോൺ പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ? പ്രോസസ്സ് വൺസ് CPU-ൽ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാതെ അത് CPU-നെ വിട്ടുകൊടുക്കില്ല. അതായത് ആ പ്രോസസ്സ് വോളണ്ടറിലി CPU-നെ വിട്ടുകൊടുക്കുന്നെങ്കിൽ മാത്രമേ അവർക്ക് അടുത്ത ആൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇടയ്ക്ക് കയറി ഒരാൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് നോൺ പ്രിയംറ്റീവ്. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് സ്കെഡ്യൂളിംഗ് ഉണ്ട്. നമ്മൾ ഇനി വരുമ്പോൾ പറയാം കേട്ടോ. ഓക്കെ, ഇനി എപ്പോഴാണ് പ്രിയംഷൻ ഒക്കർ ചെയ്യുന്നത്? എപ്പോഴൊക്കെ നമുക്ക് പ്രിയംപ്റ്റ് ചെയ്യാം? ഓക്കെ, പ്രിയംപ്റ്റ് ചെയ്യാവുന്ന 4 കേസസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ടൈം ക്വാണ്ടം എക്സ്പിറേഷൻ. അതായത് ടൈം ക്വാണ്ടം നമ്മൾ നേരത്തെ ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പറഞ്ഞിരുന്നു, ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒരു പർട്ടിക്കുലർ ടൈം കൊടുക്കും ഓരോ പ്രോസസ്സിനും. അപ്പോൾ എഫക്റ്റീവ്ലി CPU യൂട്ടിലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോ പ്രോസസ്സിനും ഒരു പെർഫെക്റ്റ് ടൈമിംഗ്, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കൊടുക്കും. ആ ടൈം ക്വാണ്ടം കഴിയുമ്പോൾ അവരെന്ത് ചെയ്യണം? CPU-ൽ നിന്ന് ലീവ് ചെയ്ത് അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കണം. അപ്പോൾ ഒരു ടൈം ക്വാണ്ടം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റൗണ്ട് റോബിനിലൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. റൗണ്ട് റോബിൻ സ്കെഡ്യൂളിംഗ് നമ്മളിനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും, റൗണ്ട് റോബിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അവരും ഇതുപോലെ തന്നെയാണ്, ഒരു ടൈം ക്വാണ്ടം അസൈൻ ചെയ്യും. ആ ടൈം ക്വാണ്ടം എത്രയുണ്ടോ അത്രയും സമയം ഒരു പ്രോസസ്സിന് എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ അത് അടുത്ത പ്രോസസ്സിന് വേണ്ടി മാറിക്കൊടുക്കണം. അതിൻ്റെ CPU ബേസ്റ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിലും അവർ മാറിക്കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് പ്രിയംഷൻ. അപ്പം ടൈം ക്വാണ്ടം എക്സ്പയർ ആവുമ്പം CPU-നെ ഒരു പ്രോസസ്സ് വിട്ടുകൊടുത്തിട്ട് അടുത്ത പ്രോസസ്സിനെ കയറ്റണം. രണ്ടാമത് ഹയർ പ്രയോറിറ്റി പ്രോസസ്സ് അറൈവൽ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രോസസ്സ് P1 ഉം P2 2 പ്രോസസ്സ് ഉണ്ട്. P1-ന്റെ പ്രയോറിറ്റി P1 is executing in the CPU and P2 is coming to execute in the CPU. അപ്പോൾ P2-ന്റെ priority is higher than the priority of P1. So P1 have to move from the CPU and P2 has to execute. That is higher priority process arrival. Then shorter remaining time process arrival. That is used by SRTF, shortest remaining time first. That is also a CPU scheduling. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിൻ്റെ ഒരു വേർഷനാണ് SRTF. അതേപോലെയുള്ള സ്കെഡ്യൂളിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന കേസാണിത്. ഷോർട്ടർ റിമൈനിങ് ടൈം പ്രോസസ്സ്. അതായത് ഇപ്പോൾ എൻ്റെ CPU-ൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഫോർ എക്സാമ്പിൾ ഇവിടെ CPU-ൽ
റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് P1 എന്ന് പറയുന്ന പ്രോസസ്സാണ്. അയാൾക്ക് ഇനി 5 മില്ലി സെക്കൻഡ് ഉണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് വരുന്ന P2 എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 2 മില്ലി സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ CPU-ൽ ഇനി 5 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടേ P2-ന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? P1 വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോവും, P2 അകത്ത് കയറി എക്സിക്യൂട്ട് ചെയ്തിട്ട് റിമൂവ് ആവുമ്പം P1-ന് വീണ്ടും തിരിച്ച് കയറി എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഷോർട്ടർ റിമൈനിങ് ടൈം വരുമ്പോൾ കൂടുതൽ റിമൈനിങ് ടൈം ഉള്ളവർ റിമൂവ് ചെയ്തിട്ട് CPU-ന്ന് ഇറങ്ങിയിട്ട് ഷോർട്ടർ റിമൈനിങ് ടൈം ഉള്ളവർ എക്സിക്യൂട്ട് ചെയ്യും. ദ ഫോർത്ത് വൺ ഈസ് സ്കെഡ്യൂളിംഗ് ഓർ ഇൻറ്ററപ്റ്റ് ഇവൻറ്റ്. അതായത് ഒരു ഇൻറ്ററപ്റ്റ് അല്ലെങ്കിൽ ഒരു കേർണൽ ഇവൻറ്റ്, പുതിയൊരു ഇൻറ്ററപ്റ്റ് വരികയാണ്. അതും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഹൈ പ്രയോറിറ്റി അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു പ്രോഗ്രാം വരുവാണെങ്കിൽ ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട് കയറി എക്സിക്യൂട്ട് ചെയ്യും. അതാണ് സ്കെഡ്യൂളിംഗ് ഓർ ഇൻറ്ററപ്റ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കേസസിലെല്ലാം നമുക്ക് എന്താ പ്രിയംഷൻ ഒക്കെ അറിയും. ഇനി പ്രിയംറ്റീവ് സ്കെഡ്യൂളിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. നമ്മൾ ഇതെല്ലാം ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതിൽ ആദ്യത്തേത് റൗണ്ട് റോബിൻ. റൗണ്ട് റോബിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൈം ക്വാണ്ടം അല്ലെങ്കിൽ ഒരു ടൈം സ്ലൈസ് പറഞ്ഞു കൊടുക്കും. ഈ ടൈം സ്ലൈസ് ഇപ്പോൾ P1, P2, P3 3 പ്രോസസ്സ് ഉണ്ടെന്ന് വെച്ചോ. ഓരോരുത്തർക്കും 2 മില്ലി സെക്കൻഡ് ആണ് ടൈം ക്വാണ്ടം. അപ്പോൾ P1-ന് 4 മില്ലി സെക്കൻഡ് ഉണ്ട്, P2-ന് 3 ഉണ്ട്, P3-ക്ക് 2 ഉണ്ട്. അപ്പോൾ P1 ആദ്യം കയറിയിട്ട് 2 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യും P1, എന്നിട്ട് P1 ഇങ്ങ് മാറും. പിന്നെ P2 കയറി 2 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യും. ബാക്കി P1-ന് 2 ഉണ്ട്, P2-ന് ഇനി 1 ഉണ്ട്. അടുത്ത P3 കയറും, അത് 2 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും P1-ൻ്റെ ബാക്കി 2 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ P2-ൻ്റെ ബാക്കി 1 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട്. അപ്പോൾ എക്സിക്യൂഷൻ കഴിയും. ഇങ്ങനെയാണ് റൗണ്ട് റോബിൻ വർക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കാം. അപ്പോൾ ഒരു ടൈം ക്വാണ്ടം വയ്ക്കും. ഓരോ ടൈം ക്വാണ്ടം കഴിയുമ്പോഴും പ്രോസസ്സ് മാറി പുതിയ പ്രോസസ്സിന് ചാൻസ് കൊടുക്കും. ദാറ്റ് ഈസ് റൗണ്ട് റോബിൻ. ദെൻ SRTF, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CPU-നുള്ളിൽ റൺ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ടൈം ക്വാണ്ടം കൂടുതലും പുതിയതായിട്ട് വരുന്ന പ്രോസസ്സിൻ്റെ ടൈം സ്ലൈസ് കുറവുമാണെങ്കിൽ അവരെന്ത് ചെയ്യും? ആ കുറഞ്ഞ റിമൈനിങ് ടൈം ഉള്ള ആളിനെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കും. അതാണ് SRTF, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. അത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിൻ്റെ ഒരു പ്രിയംറ്റീവ് വേർഷനാണ്. ദെൻ പ്രിയംറ്റീവ് പ്രയോറിറ്റി. പ്രയോറിറ്റി സ്കെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ഓഫ് ദ പ്രോസസ്സ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? സ്കെഡ്യൂൾ ചെയ്ത് കൊടുക്കും. ആദ്യം പ്രയോറിറ്റി കൂടിയ ആളിന് CPU-ന് കൊടുക്കും. അപ്പോൾ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിനേക്കാളും പ്രയോറിറ്റി കൂടിയ ഒരാൾ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? CPU-ൽ നിന്ന് മാറിക്കൊടുക്കണം. ദാറ്റ് ഈസ് പ്രിയംറ്റീവ് പ്രയോറിറ്റി സ്കെഡ്യൂളിംഗ്. അപ്പോൾ അത്രയും പ്രിയംറ്റീവ് സ്കെഡ്യൂളിംഗ് ഉണ്ട്. പിന്നെ ഈ നോൺ പ്രിയംറ്റീവ് ആണ് നമ്മൾ ജനറലി പറയുന്ന സ്കെഡ്യൂളിംഗ് അല്ല. അതായത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്, FCFS. നോൺ പ്രിയംറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തവണ പ്രോസസ്സിനെ CPU-ന് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ കഴിയാതെ അത് CPU-ന് വിട്ടുകൊടുക്കില്ല. ഓക്കെ, വൺസ് എ പ്രോസസ് ഈസ് അലോക്കേറ്റഡ് ദ CPU, ഇറ്റ് നോർമലി കീപ്സ് ദ CPU അണ്ടിൽ ഇറ്റ് ടെർമിനേറ്റ്സ് ഓർ വോളണ്ടറിലി വെയിറ്റ്. വോളണ്ടറിലി അത് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകാം. ചിലപ്പോൾ IO ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അത് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ആൾക്ക് കയറാം. അല്ലാതെ അയാളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാതെ അയാൾ CPU-നെ വിട്ടുകൊടുക്കില്ല. അതിനെ പറയുന്ന പേരാണ് നോൺ പ്രിയംറ്റീവ് സ്കെഡ്യൂളിംഗ്. അപ്പം നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെ ഫോഴ്സിബിളി റിമൂവ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ദാറ്റ് ഈസ് നോൺ പ്രിയംറ്റീവ്. ഇനി നോൺ പ്രിയംറ്റീവിൻ്റെ എക്സാമ്പിൾസ് ആണ് FCFS, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്, നോൺ പ്രിയംറ്റീവ് SJF, നോൺ പ്രിയംറ്റീവ് പ്രയോറിറ്റി. നോൺ പ്രിയംറ്റീവ് സ്കെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ്സ് CPU-ലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാതെ അത് CPU-ൽ നിന്ന് പുറത്തിറങ്ങില്ല. വോളണ്ടറിലി അത് എന്തെങ്കിലും IO ഓപ്പറേഷനോ അല്ലെങ്കിൽ ഇവൻറ്റ് കംപ്ലീഷനോ വേണ്ടി പോവുകയാണെങ്കിൽ വേറൊരാൾക്ക് കയറാം. അല്ലാതെ ഒരു പ്രോസസ്സ് CPU യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് ആവുന്നവരെ അതിൽ CPU-ൽ തന്നെ എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് നോൺ പ്രിയംറ്റീവ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് FCFS. FCFS എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. ഫസ്റ്റ് കം, ആദ്യം വരുന്ന ആളിനെ ആദ്യം സെർവ് ചെയ്യും. അതാണ് FCFS. ഓക്കെ, ആദ്യം വരുന്ന ആളിനെ CPU-ന് അലോക്കേറ്റ് ചെയ്യും, പിന്നെ രണ്ടാമത് വരുന്ന ആളിനെ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം വരുന്ന ആളിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ് അയാൾ പുറത്തിറങ്ങിയിട്ട് അടുത്ത ആൾക്ക് കൊടുക്കുകയുള്ളൂ. അതാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. ദെൻ
നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ SJF, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന പ്രോസസ്സുകളിൽ ഏറ്റവും ചെറിയ പ്രോസസ്സിനെ ആദ്യം CPU കൊടുക്കും. ഓക്കെ, റെഡി ക്യൂവിൽ എല്ലാ പ്രോസസ്സും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അതിൽ നിന്ന് ചെറിയ പ്രോസസ്സിനെ നോക്കി കൊടുക്കും. അതും നോൺ പ്രിയംറ്റീവ് SJF ആണെങ്കിൽ എന്താണ്, ചെറിയ പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ടേ അടുത്ത പ്രോസസ്സിൽ കൊടുക്കുകയുള്ളൂ, എക്സിക്യൂഷൻ ചെയ്യാനുള്ള ടൈം കൊടുക്കും. ഷോർട്ടസ്റ്റ് അവൈലബിൾ ജോബ് ഈസ് സെലക്റ്റഡ് ബട്ട് വൺസ് സ്റ്റാർട്ടഡ് ഇറ്റ് ഈസ് നോട്ട് പ്രിയംറ്റഡ്. ഓക്കെ, ഒരു തവണ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ പ്രിയംറ്റ് ചെയ്യത്തില്ല, അതായത് CPU വിട്ടുകൊടുക്കില്ല, കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത പ്രോസസ്സിന് കൊടുക്കുള്ളൂ. ദെൻ നോൺ പ്രിയംറ്റീവ് പ്രയോറിറ്റി. നോൺ പ്രിയംറ്റീവ് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ പ്രയോറിറ്റി സ്കെഡ്യൂളിംഗ് നമ്മൾ പറഞ്ഞു, ഹയർ പ്രയോറിറ്റി ഉള്ള പ്രോസസ്സ് ആയിരിക്കും ആദ്യം CPU കയറുന്നത് എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പോൾ നോൺ പ്രിയംറ്റീവ് പ്രയോറിറ്റി എന്ന് പറയുമ്പം ഹയസ്റ്റ് പ്രയോറിറ്റി അവൈലബിൾ പ്രോസസ്സിനെ സെലക്ട് ചെയ്യും, അത് CPU കയറും, അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടേ അതിനേക്കാൾ പ്രയോറിറ്റി ഉള്ള എത്ര പ്രോസസ്സ് ക്യൂവിൽ വെയിറ്റ് ചെയ്താലും അയാൾ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ടേ CPU നിന്ന് മാറത്തുള്ളൂ, എന്നിട്ട് അടുത്ത പ്രോസസ്സ്, അത്രയും നേരം ബാക്കി പ്രോസസ്സുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് നോൺ പ്രിയംറ്റീവ് പ്രയോറിറ്റി സ്കെഡ്യൂളിംഗ്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രിയംറ്റീവും നോൺ പ്രിയംറ്റീവും. പ്രിയംറ്റീവും നോൺ പ്രിയംറ്റീവും രണ്ട് ടൈപ്പ്, അതായത് സ്കെഡ്യൂളിങ്ങിനെ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്, പ്രിയംറ്റീവ് എന്നും നോൺ പ്രിയംറ്റീവും. പ്രിയംറ്റീവിൽ തന്നെ കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, റൗണ്ട് റോബിൻ, SJFൻ്റെ SRTF, പിന്നെ പ്രിയംറ്റീവ് പ്രയോറിറ്റി സ്കെഡ്യൂളിംഗ്, അതെല്ലാം പ്രിയംറ്റീവ് സ്കെഡ്യൂളിങ്ങിനകത്ത് വരും. നോൺ പ്രിയംറ്റീവിനകത്ത് വരുന്നതാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, പിന്നെ പ്രയോറിറ്റി, നോർമൽ, നോൺ പ്രിയംറ്റീവ്, പ്രയോറിറ്റി സ്കെഡ്യൂളിംഗ്. ഓക്കെ, ഇത് ഓരോന്നും നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ പ്രോബ്ലംസ് പഠിക്കണം, അത് സോൾവ് ചെയ്യാനുണ്ട്. അതെല്ലാം എക്സാംസിന് ചോദിക്കാറുണ്ട്. കോമൺലി എപ്പോഴും ഒരു പ്രോസസ് സ്കെഡ്യൂളിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും ചോദിക്കും. ഇനി എപ്പോഴാണ് നമ്മൾ സ്കെഡ്യൂളിംഗ് അൽഗരിതം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്കെഡ്യൂളിങ്ങിൻ്റെ ക്രൈറ്റീരിയാസ്, ഒരു സ്കെഡ്യൂളിംഗ് അൽഗരിതംസ് എന്തൊക്കെ ക്രൈറ്റീരിയാസ് മെയിൻറ്റെയിൻ ചെയ്യണം? CPU യൂട്ടിലൈസേഷൻ, ത്രൂപുട്ട്, ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം, റെസ്പോൺസ് ടൈം, ഫെയർനെസ്, ഇത്രയും കാര്യങ്ങളാണ് എന്ത് നോക്കേണ്ടത് ഒരു സ്കെഡ്യൂളിംഗ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്കെഡ്യൂളിംഗ് ക്രൈറ്റീരിയാസ്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ സ്കെഡ്യൂളിംഗ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ CPU യൂട്ടിലൈസേഷൻ, അതായത് CPU ഒരിക്കലും വെറുതെ ഇരുത്തരുത്, CPU എപ്പോഴും ബിസി ആയിരിക്കണം. CPU യൂട്ടിലൈസേഷൻ എപ്പോഴും മാക്സിമം ആക്കി വെക്കുന്ന രീതിയിൽ വേണം നമ്മൾ സ്കെഡ്യൂളിംഗ് ചെയ്യാൻ. രണ്ടാമത്തേത് ത്രൂപുട്ട്. ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ടൈമിൽ, അല്ലെങ്കിൽ ഒരു 1 യൂണിറ്റ് ഓഫ് ടൈമിൽ എത്ര നമ്പർ ഓഫ് പ്രോസസ്സസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്നു, നമ്പർ ഓഫ് പ്രോസസ്സസ് എക്സിക്യൂട്ടഡ് അറ്റ് എ സിംഗിൾ യൂണിറ്റ് ഓഫ് ടൈം, ആ യൂണിറ്റ് ഓഫ് ടൈമിൽ എക്സിക്യൂട്ട് ചെയ്ത് തീരുന്ന പ്രോസസ്സുകളുടെ എണ്ണം, അതാണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. ത്രൂപുട്ട് എപ്പോഴും ഹൈ ആയിരിക്കുന്നതാണ് എന്ത് നല്ല സ്കെഡ്യൂളിംഗ് ക്രൈറ്റീരിയ. പിന്നെ ഉള്ളത് ടേൺ അറൗണ്ട് ടൈം. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിനെ നമ്മൾ റെഡി ക്യൂവിലേക്ക് എടുത്ത് വെക്കുന്ന സമയം തൊട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് ടെർമിനേറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്ന അത്രയും സമയം, അത് ആ ടോട്ടൽ ടൈമാണ്, ടോട്ടൽ എക്സിക്യൂഷൻ ടൈമാണ് എന്ത് ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, ഒരു പ്രോസസ്സിന് നമ്മൾ റെഡി ക്യൂവിലേക്ക് എടുത്ത് വെച്ച് ഫൈനൽ റിസൾട്ട് കിട്ടി ടെർമിനേറ്റ് ചെയ്യുന്ന, എക്സിക്യൂഷൻ കഴിഞ്ഞ് ടെർമിനേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ടോട്ടൽ എക്സിക്യൂഷൻ ടൈമിനെയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ദെൻ വെയിറ്റിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എത്ര സമയം അത് റെഡി ക്യൂവിൽ വെയിറ്റ് ചെയ്തു, CPU കിട്ടാൻ വേണ്ടി അത് എത്രത്തോളം സമയം റെഡി ക്യൂവിൽ വെയിറ്റ് ചെയ്തു, ദാറ്റ് ഈസ് വെയിറ്റിംഗ് ടൈം. ദെൻ റെസ്പോൺസ് ടൈം. റെസ്പോൺസ് ടൈം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡി ക്യൂവിലേക്ക് എടുത്ത് വെച്ച് ഫസ്റ്റ് റെസ്പോൺസ് കിട്ടുന്ന സമയം, കുറച്ച് സമയമെങ്കിലും CPU യൂസ് ചെയ്ത് ഫസ്റ്റ് റെസ്പോൺസ് കിട്ടുന്ന ആ സമയമാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്ത് ഫസ്റ്റ് റെസ്പോൺസ് കിട്ടുന്ന സമയമാണ് റെസ്പോൺസ് ടൈം. അടുത്തത് ഫെയർനെസ്. ഫെയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കെഡ്യൂളിംഗ് ക്രൈറ്റീരിയ ഫെയർ ആയിട്ട് നമുക്ക് ഇതെല്ലാം അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് സ്കെഡ്യൂളിംഗ് ക്രൈറ്റീരിയാസ്: CPU യൂട്ടിലൈസേഷൻ, ത്രൂപുട്ട്, ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം, റെസ്പോൺസ് ടൈം ആൻഡ് ഫെയർനെസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻഷുർ ചെയ്തിട്ടാണ് നമ്മളൊരു നല്ല സ്കെഡ്യൂളിംഗ് ആൽഗരിതം അല്ലെങ്കിൽ CPU സ്കെഡ്യൂളിംഗ് മെക്കാനിസം നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പല ടൈപ്പ് ഓഫ് സ്കെഡ്യൂളിംഗ് അൽഗരിതംസ്, നോൺ പ്രിയംറ്റീവിലുള്ളതും പ്രിയംറ്റീവിലുള്ളതും, FCFS, SJF, പ്രയോറിറ്റി, അതേപോലെ പ്രിയംറ്റീവിനകത്ത് റൗണ്ട് റോബിൻ,
പ്രിയംറ്റീവ് പ്രയോറിറ്റി, പിന്നെ SJFൻ്റെ പ്രിയംറ്റീവ് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.